അങ്ങനെ നമ്മൾ ഏവരും കാത്തിരുന്ന എൽ ക്ലാസിക്കോ മത്സരം വന്നെത്തി. ബാർസലോണ വേഴ്സസ് റയൽ മാഡ്രിഡ്. അപ്പോൾ ഇന്ന് രാത്രിയാണ് മത്സരം വരുന്നത്. ശരിക്കും നാളെയാണ് മത്സരം, പക്ഷേ ഇന്ത്യ സമയം ഇന്ന് രാത്രി 12:30-ക്കാണ്, ഇന്ന് പുലർച്ചെയാണ് മത്സരം വരുന്നത്. എന്താ പറയുക, ബാർസലോണയാണെങ്കിൽ ഭയങ്കര കോർഡിനേഷനും ശക്തിയൊക്കെ ആയിട്ടാണ് വരണേ. എന്തായാലും ലീഗ് കപ്പടിക്കാൻ ഈ മത്സരം കൂടി ജയിച്ചാൽ കപ്പ് അങ്ങോട്ട് തൂക്കാൻ, ആ ലീഗ തൂക്കാനാണ് ബാർസ വരുന്നത്. റയലാണെങ്കിൽ പക്ഷെ ഇത്തിരി പ്രശ്നത്തിലാണ്. എന്ന് വെച്ചാൽ എംബപ്പെ ഏതോ ഇറ്റലിയിലെ ഏതോ ഗേൾ ഫ്രണ്ടിനോട് പോകുന്നതായിട്ടൊക്കെ വീഡിയോ പ്രചരിക്കുന്നുണ്ട്. നമുക്ക് അതിൻ്റെ സത്യാവസ്ഥ അറിയില്ല. അതുപോലെ തന്നെ വേറെ പ്ലെയേഴ്സ് വാൽവർദെയൊക്കെ എന്താ പറയുക, റുഡിഗർ, ഇവരൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടി കൂടുന്നു. ഒരാൾ ഹോസ്പിറ്റലാവുന്നു, ശിക്ഷ വിധിക്കുന്നു, ഇവരെ പാരൻസിനെ വിളിക്കുന്നു. അങ്ങനെ ആ കടപട്ടലും റയൽ മാഡ്രിഡ് മൂഞ്ചിയിരിക്കുന്ന സമയമാണ്. ബാർസലോണയാണെങ്കിൽ ഫുള്ള് സെറ്റാണ്. അപ്പോൾ അതാണ് ഈ വട്ടത്തെ എൽ ക്ലാസിക്കോ ഒരു പ്രത്യേകത. സാധ്യതകൾ കൂടുതൽ ബാർസലോണയ്ക്കാണ്, പക്ഷേ റയലിന് എഴുതി തള്ളാൻ പറ്റില്ല. കാരണം എൽ ക്ലാസിക്കോ ആണ്, എംബപ്പെ കളിക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വിനീഷ്യസ് ഉണ്ടാവും. അതുകൊണ്ട് എന്ത് സംഭവിക്കാം. റയൽ മാഡ്രിഡിന് നമ്മൾ എഴുതി തള്ളാൻ ഒരിക്കലും പറ്റില്ല. അപ്പോൾ ഇന്നത്തെ മത്സരം നല്ല വാശിയേറിയൊരു മത്സരമായിരിക്കും. എന്തായാലും സാധ്യത കൂടുതൽ എല്ലാവരും ബാർസയ്ക്ക് തന്നെ പറയണേ. പക്ഷെ നമുക്ക് നോക്കാം ആരായിരിക്കും ഈ എൽ ക്ലാസിക്കോ ഒരു വിജയം. ബാർസ ജയിക്കുകയാണെങ്കിൽ അത് ഒരു ലാലിഗ കിരീടം കൂടിയാണ്. അപ്പോൾ അതൊരു ഡബിൾ ഹാപ്പി മൂമെൻ്റ് ആയിരിക്കും അവർക്ക്, ചിരവൈരികളെ തന്നെ തോൽപ്പിച്ച് കിരീടം നേടാമെന്ന് പറയുമ്പോൾ. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം റിസൾട്ടിന് വേണ്ടി.